ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഇതിപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യുക. ഇനി നമുക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം ഇതൊട്ടും കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട്. അതിനു മുമ്പ് സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ട് ഈ ഒരു മിക്സ് കട്ടയില്ലാതെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇത് നമുക്ക് കുറുക്കിയെടുക്കണം. ഇപ്പം ഞാൻ മധുരത്തിന് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അടുക്കി പിടിക്കാതെ നോക്കണം. ഏറ്റവും ചെറിയ തീയിൽ തന്നെ ഇളക്കിയിരിക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഇളക്കി നോക്കാം. ഇനി ഞാനിതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ. മധുരം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല തിക്കായി കിട്ടുമ്പോൾ അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ളൊരു പരിവമായിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം വാനില എസൻസ്, ഇപ്പോൾ ഇതിന് ചൂടുണ്ടല്ലോ, ആ ഒരു ഇതിലേക്ക് തന്നെ വാനില എസൻസ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കും. നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ചൂടിൽ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലൊരു 3 മണിക്കൂർ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.